അനസ്തീഷ്യ വളരെ സുരക്ഷിതമായ ഒരു മാർഗ്ഗമാണ് എന്നാണ് നമ്മൾ പൊതുവെ കരുതിയിരിക്കുന്നത് എങ്കിലും അനസ്തീഷ്യയുടെ പ്രശ്നങ്ങൾ കാരണം നിരവധി പേർ മരിക്കുന്നുണ്ട് എന്നാണ് ഡോക്ടർമാർ ഇപ്പോഴും പറയുന്നത്. ഈ അനസ്തീഷ്യയുടെ പ്രശ്നങ്ങൾ കാരണം മരിക്കുന്ന ആളുകളും വേദന അനുഭവിക്കാതെ തന്നെയാണ് മരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. കാരണം അവർ വളരെ ആഴത്തിലുള്ള അബോധാവസ്ഥയിലായിരിക്കും ആ സമയത്ത് അവരുടെ ജീവിതം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ മരണമൊന്നും തന്നെ അവരറിയില്ല എന്നാണ്. മറ്റൊരു വേദന അധികം അനുഭവിക്കാത്ത മരണം ഹൃദയസ്തംഭനമാണ് എന്നാണ് അവർ പറയുന്നത്. കാരണം ഒരാൾക്ക് ഹൃദയസ്തംഭനം ഉണ്ടായാൽ അയാൾ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ മരിക്കാനാണ് സാധ്യത. അധിക വേദന അവർ അനുഭവിക്കില്ല. കൂടിപ്പോയാൽ 4 മിനിറ്റ് ഇതിന് അവർ മരിച്ചിരിക്കും എന്നാണ്. എന്നാൽ ഹൃദയാഘാതം ഉണ്ടാകുന്നത്, അതായത് ഹൃദ്രോഗബാധയുള്ള ഒരു സമയത്ത് അവർക്ക് ഒരു കൂടുതൽ മണിക്കൂറുകൾ കഴിഞ്ഞായിരിക്കും ഒരുപക്ഷെ മരിക്കുക. ഹൃദയസ്തംഭനം ഉണ്ടാകുകയാണെങ്കിൽ അവർ അപ്പോൾ തന്നെ മരിക്കും. അപ്പോൾ അങ്ങനെ ഹൃദയസ്തംഭനം മൂലം ഉണ്ടാകുന്ന മരണവും അധികം വേദനയില്ലാത്ത ഒരു മരണമാണ് എന്നാണ് ഇപ്പോൾ ഈ വിദഗ്ധന്മാർ നമ്മളോട് പറയുന്നത്. ഇനിയുള്ളത് വൃക്ക രോഗികളുമായി ബന്ധപ്പെട്ടാണ്. വൃക്ക രോഗികൾ നിരന്തരമായി അവർ ഡയാലിസിസിനും മറ്റും വിധേയരാകാറുണ്ട്. ഒരു ഘട്ടം കഴിയുമ്പോൾ പലപ്പോഴും ഇവർ വല്ലാതെ അബോധാവസ്ഥയിലേക്ക് കടന്നു പോകും എന്നാണ് വിദഗ്ധർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. മിക്കപ്പോഴും ഈ വൃക്ക രോഗികൾ മരിക്കുന്നതും അബോധാവസ്ഥയിലായിരിക്കുമെന്നാണ് ഡോക്ടർമാരുടെ ഒരു മൊത്തത്തിലുള്ള കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ ആ നേരത്ത് നടക്കുന്ന മരണപ്രളങ്ങളൊന്നും ഇവരെ ബാധിക്കുകയില്ല. ഇവർ വളരെ സുഖകരമായൊരു മരണത്തിലേക്ക് പോകും എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഏതായാലും ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഡോക്ടർമാരുടെ കണ്ടെത്തൽ മാത്രമാണ്. ഇത് ശാസ്ത്രീയമായി 100% തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല.